നമസ്കാരം. ഇന്ന് 2025 മാർച്ച് 9 ഞായറാഴ്ച. എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. This part of the program sponsored by Tharawad Restaurant, Corinda, Brisbane. കൊതിയൂറും നല്ല നാടൻ ഭക്ഷണങ്ങളും മറ്റ് ഒതന്റിക് സൗത്ത് ഇന്ത്യൻ വിഭവങ്ങളും ഒരുക്കുന്ന ബ്രിസ്ബെയിനിലെ ഏറ്റവും മികച്ച റെസ്റ്റോറന്റ് തറവാട് റെസ്റ്റോറന്റ്. കാറ്റഗറി 1 വിഭാഗത്തിലേക്ക് തരം താഴ്ത്തിയ ഉഷ്ണമേഖല ചുഴലിക്കാറ്റായ ആൽഫ്രഡ് മെയിൻലാൻഡിലേക്ക് നീങ്ങി. കൊടുങ്കാറ്റ് രാത്രി 8 മണിയോടെ വിബ്രി ദ്വീപിന് മുകളിലൂടെ കടന്ന് രാത്രി 9 മണിയോടെ പടിഞ്ഞാറ് മെയിൻലാൻഡിലേക്ക് കടന്നു. അതേസമയം ശക്തമായ കാറ്റിന് പിന്നാലെ കിഴക്കൻ ഓസ്ട്രേലിയയിലും ക്വീൻസ്ലാൻഡിലും NSW-ലുമായി 3.5 ലക്ഷത്തിലധികം നിലവിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ട നിലയിലാണ്. ചുഴലിക്കാറ്റ് ബാധിച്ച 10,000-കണക്കിന് ആളുകൾക്കുമായുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വിവിധയിടങ്ങളിൽ പുരോഗമിക്കുകയാണ്. NSW വെള്ളപ്പൊക്കത്തിൽ കാണാതായ ഒരാൾക്കായി നടത്തിയ തെരച്ചിലിൽ മൃതദേഹം കണ്ടെത്തി. ഇന്നലെ ഉച്ചയോടെയാണ് തെരച്ചിലിനൊടുവിൽ 61-കാരനായ ഡ്രൈവറുടെ മൃതദേഹം കണ്ടെത്തിയത്. നദീതീരത്ത് നിന്ന് 30 മീറ്റർ അകലെയായി താമസിച്ചിരുന്ന ആൾ ശക്തമായ വെള്ളത്തിൽ ഒലിച്ചു പോവുകയായിരുന്നു. മൃതദേഹം ഔദ്യോഗികമായി തിരിച്ചറിയേണ്ടതുണ്ടെങ്കിലും കാണാതായ വ്യക്തിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയതെന്നാണ് രക്ഷാപ്രവർത്തകർ അറിയിക്കുന്നത്. ചുഴലിക്കാറ്റിന്റെ ആഘാതങ്ങളിൽ അടിയന്തര സേവനങ്ങളെ സഹായിക്കാൻ വിന്യസിച്ച ഓസ്ട്രേലിയൻ പ്രതിരോധ സേനാംഗങ്ങൾക്ക് വടക്കൻ NSW അപകടത്തിൽ പരിക്കേറ്റു. വൈകുന്നേരം ലിസ്ബോണിന് തെക്ക് റെഗൽ റോഡിലൂടെ സഞ്ചരിക്കുകയായിരുന്ന 2 വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ 36 സൈനികരിൽ 8 പേരുടെ നില ഗുരുതരമാണ്. 2 പേർ വാഹനങ്ങൾക്കുള്ളിൽ കുടുങ്ങിപ്പോയിരുന്നു. നിയന്ത്രണം നഷ്ടപ്പെട്ട ഒരു വാഹനത്തിൽ മറ്റു വാഹനം ഇടിച്ചതോടെയാണ് അപകടമുണ്ടായതെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇന്ത്യൻ കമ്മ്യൂണിറ്റി നേതാവ് ബലേഷ് ദൽഖറിനെ ലൈംഗിക പീഡന കേസിൽ ഓസ്ട്രേലിയയിൽ 40 വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു. സിഡ്നിയിൽ 5 സ്ത്രീകൾക്ക് മയക്കുമരുന്ന് നൽകുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്ത കേസിലാണ് ശിക്ഷ. മുൻ IT കൺസൾട്ടന്റായ ദൽഖർ വ്യാജ ജോലി പരസ്യം നൽകിയാണ് സ്ത്രീകളെ വശീകരിച്ചത്. തുടർന്ന് അയാൾ തന്റെ ഇരകളെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ബലാത്സംഗം ചെയ്യുകയും കുറ്റകൃത്യങ്ങൾ സ്വന്തമായി ചിത്രീകരിക്കുകയും ചെയ്തു. 2023-ലാണ് ലൈംഗിക അതിക്രമങ്ങൾ ഉൾപ്പെടെ കുറ്റകൃത്യങ്ങളിൽ ബലേഷ് ദൽഖറിനെ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രീമിയർ റോജർ കുക്ക് നയിക്കുന്ന ലേബർ പാർട്ടിക്ക് തുടർച്ചയായ 3-ാം തവണയും അധികാരം നിലനിർത്താൻ സാധിച്ചു. സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ 30 സീറ്റുകളിൽ നിന്ന് 10 സീറ്റ് ഉയർത്തി 40 സീറ്റുകളോടെയാണ് ലേബർ പാർട്ടി വിജയിച്ചത്. ആരോഗ്യ പരിചരണം, ജീവിത ചെലവ് കുറയ്ക്കൽ എന്നിവ തന്നെ സർക്കാരിന്റെ മുൻഗണനാ പദ്ധതികളിലായിരിക്കുമെന്ന് വിജയത്തെ തുടർന്ന് നടത്തിയ പ്രസംഗത്തിൽ പ്രീമിയർ കുക്ക് പറഞ്ഞു. മെൽബണിലെ അവലോൺ വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന അക്രമ സംഭവത്തിൽ വൻ സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന വിലയിരുത്തൽ. വിമാനത്താവളത്തിൽ ഫെഡറൽ പോലീസോ സംസ്ഥാന പോലീസോ സുരക്ഷയുടെ ഭാഗമായി ഉണ്ടായിരുന്നില്ല. മെൽബണിലെ 2ാമത്തെ വാണിജ്യ വിമാനത്താവളമായ അവലോണിൽ പോലീസ് സംഘങ്ങൾ ഇല്ലാതിരുന്നത് സുരക്ഷയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. വിമാനം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് 17-കാരനെ പോലീസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ടാസ്മാനിയയുടെ തെക്കുഭാഗ പ്രദേശങ്ങളിൽ കഴിഞ്ഞ മാസം 5500 ടണ്ണിലധികം സാൽമൺ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതായി റിപ്പോർട്ട്. സംസ്ഥാനത്തിന്റെ വാർഷിക സാൽമൺ ഉത്പാദനത്തിന്റെ 8% മത്സ്യങ്ങൾ ചത്തുവെന്നാണ് റിപ്പോർട്ടുകൾ. പിസിസിലിക്കേറ്റ്സിയ സാൽമോണിസ് എന്ന ബാക്ടീരിയയുടെ വ്യാപനമാണ് മത്സ്യങ്ങൾ ചത്തുകൊണ്ടുപോകാൻ കാരണം. സംഭവത്തെ തുടർന്ന് ഹ്യൂമൻ വാലിയിലും ബ്രൂഗി ദ്വീപിലുമുള്ള കടൽ തീരങ്ങളിൽ ചത്ത മത്സ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ ഒഴുകിയെത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. ICC ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ന് ന്യൂസിലാൻഡ് ഇന്ത്യ പോരാട്ടം. സെമിയിൽ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ന്യൂസിലാൻഡിനെതിരെ 44 റൺസിന്റെ വിജയം ഉൾപ്പെടെ ടൂർണമെന്റിലെ 4 മത്സരങ്ങളും വിജയിച്ച ഇന്ത്യ ഉറച്ച ആത്മവിശ്വാസത്തിലാണ് മത്സരത്തിലിറങ്ങുന്നത്. മറുവശത്ത് ICC ടൂർണമെന്റുകളിലെ നോക്കൌട്ട് മാച്ചുകളിൽ ഇന്ത്യക്ക് മേലുള്ള കണക്കുകൾ തങ്ങൾക്ക് തുണയാകുമെന്ന പ്രതീക്ഷയിലാണ് കിവികൾ. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ നിന്ന് 3-ാം ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യൻ ആരാധകർ. കണ്ണൂർ മുൻ ADM നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല
സാധ്യതയില്ലെന്ന് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട്. നവീൻ ബാബുവിന്റെ ആത്മഹത്യയ്ക്ക് പിന്നാലെ അദ്ദേഹം കൈക്കൂലി വാങ്ങിയെന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പെട്രോൾ പമ്പിന് അനുമതി നൽകിയതായി നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്നായിരുന്നു ആരോപണം. എന്നാൽ ഇതിന് തെളിവില്ലെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. കരിമൺ ദിനം സംബന്ധിച്ച കാര്യങ്ങൾ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന രേഖയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. കരിമണലിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കണമെന്നും അതിനായുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നുള്ള നയരേഖയിലെ നിലപാട് പുറത്തുവിട്ടിരുന്നു. ഇത് സംബന്ധിച്ച ചോദ്യത്തോട് പ്രതികരിക്കുകയാണ് രേഖയിൽ കരിമണൽ ഖനനം സംബന്ധിച്ച് പരാമർശമുണ്ടെന്ന് എം വി ഗോവിന്ദൻ സ്ഥിരീകരിച്ചത്. കാസർകോട് സൂര്യാഘാതമേറ്റ് 92 വയസ്സുകാരൻ മരിച്ചു. കണ്ണൂർ മുഴുക്കും വലിയ പുഴയിൽ കുഞ്ഞിക്കണ്ണനാണ് മരിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് 2:30 വീടിന് സമീപത്ത് വെച്ചാണ് സൂര്യാഘാതമേറ്റത്. ബന്ധുവീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടെയാണ് അത്യാഹിതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാൻ റിമാൻഡിൽ ഈ മാസം 13 വരെയാണ് റിമാൻഡ് കാലാവധി. പാങ്ങോട് പോലീസിന്റെ കസ്റ്റഡി കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് റിമാൻഡ്. തിങ്കളാഴ്ച കിളിമാനൂർ SHO കസ്റ്റഡി അപേക്ഷ നൽകി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.